ഗൈസ് അപ്പോൾ രാവിലെ തന്നെ ഈ പൊരിഞ്ഞ വെയിലത്ത് നമ്മൾ റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിഞ്ഞു. ഗൈസ് അങ്ങനെ വെയിലത്തൂടെ നടന്ന് മുരിഞ്ഞ് നേരെ ചെന്നൊരു കടയിൽ കയറി. അങ്ങനെ ചെന്ന് കയറി അപ്പം തന്നെ ഒരു ലൈവിന് ഓർഡർ കൊടുത്തു. ഒന്നല്ല 3 ലൈവിന് ഓർഡർ കൊടുത്തു. എന്നിട്ട് ലൈവിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗൈസ് ഇവൻ്റെ ഇരിപ്പാണെമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവനെ അറിയാക്കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇവനെ അറിയുന്നല്ലോളം ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് യൂട്യൂബിലാണെന്ന് അറിയുന്നതിൻ്റെ ഒരു ഷോ ആണ് കാണിക്കുന്നത്. അങ്ങനെ ലൈവിന് മുമ്പേ പപ്സ് എത്തി. പപ്സ് തീരുമാനമാവുന്നതിന് മുമ്പേ ഒരു കുപ്പി സോസ് ആവും തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ് അങ്ങനെ പപ്സ് തീറ്റ തകൃതിയായി നടക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം തീർന്നു. അടുത്ത് ഞാൻ ഇനി ലൈബ്രറി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് എൻ്റെ ആലോചന മൊത്തം ഇതിൻ്റെ പൈസ ഇനി ആരെ കൊണ്ട് കൊടുപ്പിക്കാം എന്നുള്ളതാണ്. ഗൈസ് അങ്ങനെ ആദ്യം കൊണ്ടുവന്ന ലൈം ഓർഡർ ഞാനിങ്ങനെ ആദ്യമേ അടിച്ച് മാറ്റി. അവൻ കൊണ്ട് വെച്ചായിരുന്നു, അത് ഞാനിങ്ങെടുത്തു. അവൻ്റെ ഇടയ്ക്ക് അടുത്ത് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അത് കുറച്ചൊരു കൂടുതലുണ്ടെന്ന് തോന്നുന്നു, അതെടുക്കാൻ മതിയായിരുന്നു. ഗൈസ് അങ്ങനെ അത് കഴിഞ്ഞ് നേരെ അവിടുന്ന് റോഡ് ഇറങ്ങി. ഗൈസ് എന്നിട്ട് നമ്മൾ ഈ കാര്യമായ ഒരു കാര്യത്തിൽ നോക്കുന്നത് വേറൊന്നുമല്ല, മുമ്പിലൊരു മോഡിഫൈഡ് ഷിഫ്റ്റ് എടുക്കുന്നത് കണ്ടു. ആ ഷിഫ്റ്റിലോട്ടാണ് നമ്മുടെ നോട്ടം. ഗൈസ് അങ്ങനെ ഫൈനലി വന്ന കാര്യം ഇവൻ ഇപ്പോഴാണ് പുറത്ത് പറയുന്നത്. ഇവന് ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയാണ് ഇവൻ നമ്മളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അവിടെയുള്ള ഒട്ടുമിക്ക കടയിലെല്ലാം കയറി ഇറങ്ങി നിരങ്ങിയിട്ട് ഇവന് ഇഷ്ടപ്പെട്ട ചെരുപ്പ് കിട്ടിയില്ല. ലാസ്റ്റ് അങ്ങനെ ഈ ഒരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടി അവിടെയുള്ള ഒട്ടുമിക്ക കടയെ മൊത്തം ഞങ്ങളെ കയറ്റി ഇറക്കി കേട്ടോ. ആദ്യമേ കണ്ടപ്പോൾ ദേഷ്യം വന്നെങ്കിലും പിന്നെ അവൻ പറഞ്ഞു അവൻ്റെ ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കാനാണ്. അപ്പോൾ പിന്നെ നമ്മളാരും ഒന്നും മിണ്ടിയില്ല, മേടിക്കട്ടെ എന്ന് വെച്ചു. ഗൈസ് പിന്നെ അത് കഴിഞ്ഞ് നേരെ KSRTC സ്റ്റാൻഡിൽ പോയേക്കാണ് ബസ് കയറാൻ വേണ്ടി, വീട്ടിലോട്ട് പോകാൻ വേണ്ടി. അവിടെ കിടന്ന് കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് ഇവനെങ്കിൽ മറ്റവനെ പറഞ്ഞ് KSRTC സ്റ്റാൻഡ് ഓഫീസിൽ പറഞ്ഞ് വിട്ടേക്കാണ് ബസ് അപ്പോഴെന്ന് അറിയാൻ വേണ്ടി. അവിടെ പിന്നെ എന്തൊക്കെയാക്കുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്കിവിടെ ബസ്സൊന്നും ഇല്ല ഗൈസ്. ഗൈസ് 2:30 വരുന്ന ബസ് 1 മണിയായപ്പോൾ അവിടെ പോയി നിന്നിട്ടാണ് ഇവൻ പറയുന്നത് ബസ്സൊന്നും വന്നിട്ടില്ലെന്ന്. ഗൈസ് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേന് ബസ് വന്നു. ബസ്സിൽ കയറിയപ്പോൾ പിന്നെ അടുത്ത പരിപാടി തുടങ്ങി ഞാൻ. എന്താണെന്ന് വെച്ചാൽ ട്രൂത്ത് ഓർ ഡയർ. ഒരുത്തിനും ചങ്കുറപ്പില്ല. ട്രൂത്ത് ഡയർ ഒരു പാട്ട് പാടുന്നത്, ഒരു പാട്ട് പാട്ടോ ഇങ്ങനെ നിന്നിട്ട് പാടിയാൽ മതിയോ? അല്ല ഇങ്ങോട്ട് നോക്കി പറഞ്ഞു. അത് പാടത്തില്ല, എൻ്റെ ഇഷ്ടം. അത് നിന്റെ ഇഷ്ടമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം. പട്ടോടത്ത് മുന്നിൽ വന്ന പെണ്ണേ, ഈ മുത്തുമാല കോർത്ത് വെച്ചതാർക്ക് വേണ്ടി, സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത കൽവിൽ എന്നിഷ്ടമാകെ കാത്ത്. ഗൈസ് അങ്ങനെ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോഴത്തെ ഇവൻ നമ്മളെ പാടിക്കൊന്നു. ഞാൻ ചോദിച്ചു മേടിച്ചാണ്, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. ഗൈസ് അങ്ങനെ ഇനിയും പരിപാടിയെല്ലാം കഴിഞ്ഞു നേരെ വീട്ടിലോട്ട്. അപ്പം ശരി, ഇത്രേ ഉള്ളൂ. ബൈ ബൈ.